ഹലോ ചാപ്റ്റർ 6 ഡെക്കറേഷൻ ഫോർ ഫെസ്റ്റിവൽ. ഇതിന്റെ ഫസ്റ്റ് പോർഷൻ ആദ്യത്തെ വീഡിയോയിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ മുതൽ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. Mahi, do you know we can add without counting all blocks again and again? Oh really, Isha? Can you show me how? എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ആഡ് ചെയ്തത്? രണ്ടും നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ അത്രയും ബ്ലോക്സ് എടുത്തിട്ട് അതിനെ കൗണ്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്തത്. പക്ഷെ അതല്ലാതെ വേറൊരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്, അഡീഷൻ. ആഡ് ചെയ്യാൻ നിങ്ങളൊക്കെ പഠിച്ചോ? ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്പറിനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതെന്ന്. സോ ഇവിടെ രണ്ട് നമ്പർ തന്നിരിക്കുകയാണ്, 36 ആൻഡ് 47. എങ്ങനെയാ ഇതിന് രണ്ടിനെ ആഡ് ചെയ്യാം? ഇതിന് രണ്ടിനെയും ഇതുപോലെ മേലെയായിട്ട് എഴുതാം. എന്നിട്ടൊരു ലൈൻ വരച്ചതിന് ശേഷം ആദ്യം ഇതാണല്ലേ വൺസ് പ്ലേസ്, ഇതാണ് ടെൻസ് പ്ലേസ്. ആദ്യം തന്നെ നമ്മൾ വൺസ് പ്ലേസിലുള്ള നമ്പർ രണ്ടെണ്ണം ആഡ് ചെയ്യണം. ഇവിടെ 6 പ്ലസ് 7. 7ന് ശേഷം നമ്മൾ 6 നമ്പേഴ്സ് എണ്ണണം. 7 കഴിഞ്ഞു 8, 9, 10, 11, 12, 13. ഓക്കെ, അപ്പൊ 6 പ്ലസ് 7 ഈക്വൽ ടു 13. 13 കിട്ടുമ്പോ 13 എന്ന് പറഞ്ഞാൽ 13 ആണല്ലേ, നമുക്ക് അതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ മാത്രമേ അവിടെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 13 ആണെങ്കിൽ we have to write 3 here. അപ്പൊ ഇതിലുള്ള 1 ബാലൻസോ, ആ 1 ഇവിടെ ടെൻസ് പ്ലേസിന്റെ മുകളിൽ ചെറുതായിട്ട് എഴുതി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആഡിങ് ടെൻസ് പ്ലേസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പോവാണ്. 4 plus 3 equal to 7. 7 plus 1 equal to 8. കണ്ടില്ലേ, ഇത്ര ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. 36 plus 47 equal to 83. ഇവിടെ കുറേ നമ്പേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 46 plus 39 എങ്ങനെ ആഡ് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് യൂണിറ്റ്സ് പ്ലേസിലാണ്. 6 plus 9. ഇപ്പൊ 9ന് ശേഷം 10, 11, 12, 13, 14, 15. അപ്പൊ 9 plus 6 equal to 15. 15 എന്ന നമ്പറിന്റെ ഫസ്റ്റ് നമ്പർ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ 5. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് 1 ആണല്ലേ, ആ 1നെ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, നൗ 3 plus 4 is 7. 7 plus 1 is 8. Answer is 85. ഇനി ഇവിടെ 9 plus 6 ഇപ്പൊ നമ്മൾ ചെയ്തു. 9 plus 6 എത്രയാ കിട്ടിയത്? 15 ആണ് അല്ലെ. അപ്പൊ 9 plus 6 is 15. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അതിന്റെ 5 മാത്രം ഇവിടെ എഴുതുക. റിമൈനിങ് 1നെ ഇവിടെ വെക്കാം. ഇനി 5 plus 1 is 6. 6 plus 1 is 7. Answer is 75. Next, ഇവിടെ 36 അടിയിൽ 8 എന്ന് പറഞ്ഞ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എഴുതുമ്പോ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. 36 plus 8 ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്. കാരണം ഈ 8 എന്ന് പറഞ്ഞാൽ ഓൺലി 1 ഡിജിറ്റ് ആണ്. അത് ഓൾവേസ് യൂണിറ്റ് ഡിജിറ്റിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പൊ അതെങ്ങനെയാ എഴുതേണ്ടത്? 36 plus 6ന്റെ അടിയിൽ ഇവിടെയാണ് ഈ 8നെ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, 36 plus 8. 8ന് ശേഷം 8, 9, 10, 11, 12, 13, 14. അപ്പൊ 8 plus 6 is equal to 14. 14ന്റെ ഫസ്റ്റ് ഡിജിറ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം റിമൈനിങ് 1 ഇവിടെ വെക്കുക. 1 plus 3 is equal to 4. Answer is 44. ഇവിടെ 30 plus 58. ഇത് ഈസി ആണല്ലോ. 8 plus 0. ഏതൊരു നമ്പറിനോടും 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ നമ്പർ ആണ് വരിക. കാരണം 0 മീൻസ് നത്തിങ്, ഒന്നുമില്ല. അപ്പൊ 8 plus 0 is 8. നമുക്ക് ബാക്കി ഇവിടെ എഴുതാൻ വേണ്ടി റിമൈനിങ് ആയിട്ട് ഒന്നുമില്ല. അങ്ങനെ ഇല്ലാത്തപ്പോ അത് എഴുതണ്ട. Now it is 5 plus 3. 5, 6, 7, 8. Again 8. So the answer is 88. 45 plus 35. 5 plus 5 is 10. 10 വരുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 0. ബാക്കി റിമൈനിങ് 1 ഇവിടെ വെക്കണം.
ഇനി 1 plus 4 is 5. 5 plus 3 is 8. Answer is 18. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാവരും ഒരു പേപ്പറിൽ ചെയ്ത് നോക്കിയിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഈ വീഡിയോ കാണാം. ലെറ്റ്സ് ഡു. ഇനി ഇതേപോലെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഇത് ഈ വേർഡ് പ്രോബ്ലംസ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ ഏതൊക്കെ നമ്പർ ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. നമുക്ക് 1 by 1 പോയാലോ? Rahim made 43 runs in one match and 58 runs in other match. റഹീം ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പൊ റഹീമിന് ഒരു മാച്ചിൽ 43 റൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത മാച്ചിൽ 58 റൺസും കിട്ടി. How many runs he made in 2 matches together? രണ്ട് മാച്ചിലും കൂടി റഹീമിന് എത്ര റൺസ് കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് മാച്ചിൽ 43. ഇനി റൺസ് മെയ്ഡ് ഇൻ സെക്കൻഡ് മാച്ച് 58. അപ്പോ ടോട്ടൽ റൺസ് 43 plus 58 which is equal to, ഇതെങ്ങനെ ആഡ് ചെയ്യാ? 43 എഴുതാം, 58 എഴുതാം, ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ടോ 8 plus 3 equal to 8, 9, 10, 11. 11ന്റെ ഫസ്റ്റ് നമ്പർ എഴുതാം. റിമൈനിങ് 1 ഇവിടെ വെക്കാം. എന്നിട്ടോ 1 plus 4 is 5. 5 plus 5 is 10. 101. 101 എന്ന് പറഞ്ഞാൽ 101. അപ്പൊ ടോട്ടൽ റൺസ് ഈക്വൽ ടു 101. Next problem. Simarpreet had 12 color pencil. Her mother gifted her 36 more color pencil. How many total color pencil does she have now? Add ചെയ്ത് നോക്കാലോ. ആദ്യം സിമർപ്രീതിന്റെ അടുത്ത് 12 കളർ പെൻസിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം മദർ ഗിഫ്റ്റഡ് 36. ടോട്ടൽ കളർ പെൻസിൽസ് എത്രയാണ്? 12 plus 36. എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? റഫ് സ്പേസിൽ 36 plus 12. ഇവിടെ എഴുതുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവണ്ട. 36 മുകളിൽ എഴുതണോ 12 മുകളിൽ എഴുതണോ അതോ ഏതെങ്കിലും എഴുതാൻ ഒരു റൂൾ ഉണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട. അഡീഷൻ ചെയ്യുന്ന സമയത്ത് 12 plus 36 എന്ന് പറഞ്ഞാലും 36 plus 12 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് മുകളിലും താഴെയുമായിട്ട് എഴുതാം. ഇനി ആഡ് ചെയ്യാം. 6 plus 2, 8. റിമൈനിങ് ഒന്നുമില്ല മുകളിൽ എഴുതാൻ വേണ്ടി. അപ്പോ 3 plus 1 is 4. So total number of color pencils 48. Hina collected 34 red marbles and 57 blue marbles. How many total marbles does she have now? അപ്പൊ എത്ര മാർബിൾസ് ആണുള്ളത്? റെഡ് മാർബിൾസ് equal to 34. Blue marbles equal to 57. Total number of marbles 34 plus 57, which is equal to 34 plus 57. 7 plus 4, 7, 8, 9, 10, 11. 7 plus 4 equal to 11. ഇവിടെ 1 എഴുതാ, റിമൈനിങ് 1 ഇവിടെ വെക്കാം. ഇനി 1 plus 3 is 4. 4 plus 5 is 9. So the total number of marbles equal to 91. Next problem. Sarika spent rupees 56 in the fair, while Manish spent rupees 35 in the fair. What is the total money they both spend in the fair? സരികയും മനീഷും ഒരു ഫെയർ കാണാൻ പോയിരിക്കുകയാണ്. അപ്പൊ എന്തോ സാധനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോ സരിക 52 റുപ്പീസ് ആണ് സ്പെൻഡ് ചെയ്തത്, മനീഷോ 35 റുപ്പീസ്. അപ്പൊ അവര് ടോട്ടൽ മണി സ്പെൻഡ് എത്രയാണ്? ആദ്യം നമുക്ക് മണി സ്പെൻഡ് ബൈ സരിക ഈക്വൽ ടു rupees 56. ഇനി മണി സ്പെൻഡ് ബൈ മനീഷോ? മനീഷ് equal to rupees
35. ഇവിടെ ഇത് റുപ്പീസ് എന്ന് എഴുതിയതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് നമ്പറുകൾ തമ്മിൽ മാത്രമേ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഈക്വൽ ടു 56 പ്ലസ് 35. 56 plus 35. 5 plus 6. 5, 6, 7, 8, 9, 10, 11. 11 ആണ് കിട്ടിയത്. അപ്പൊ 1 ഇവിടെ എഴുതാം. ഒരു 1 റിമൈനിങ് ആണ് അല്ലെ? അത് മുകളിൽ എഴുതാം. 5 plus 1 is 6. 6 plus 3 is 9. 91 rupees. Total is rupees 91. There are 36 men and 47 women in the bus. How many people are there in the bus? There are 36 men ആണല്ലേ? അപ്പോൾ men equal to 36. Any women or women equal to 47. Total. ഇപ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ എങ്ങനെയാ ടോട്ടൽ ചെയ്യുക? 36 plus 47. എങ്ങനെ ആഡ് ചെയ്യും? 36 എഴുതാം, 47 എഴുതാം, എന്നിട്ട് ആദ്യം നമുക്ക് ആഡ് ചെയ്യേണ്ടത് 6 plus 7 ആണ്. 7, 8, 9, 10, 11, 12, 13. 7 plus 6 is 13. Remaining 1 ഇവിടെ വെക്കാം. 1 plus 3 is 4. 4 plus 4 is 8. The answer is 83. Total എത്ര ആളുകളാ ബസ്സിലുള്ളത്? 83. Let's count diyas. Diya എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ വിളക്കാണല്ലേ? മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിളക്ക്. എന്നിട്ട് അതിൽ തിരിയിട്ടിട്ട് കത്തിക്കും. അതിനാണ് ദിയ എന്ന് പറയുന്നത്. I made 75 diyas in a day and sold 35 out of them. ഇവിടെ ഒരു മാർക്കറ്റിൽ ഒരാള് ദിയാസ് വിൽക്കുകയാണ്. എന്നിട്ട് അയാൾ പറയാണ് I made 75 diyas. And വൈകുന്നേരം ആയപ്പോഴേക്ക് എത്ര എണ്ണം വിറ്റുപോയി? എത്രയാണ് സോൾഡ് ഔട്ട് ആയത്? 35. Let me count how many diyas are left now. അവിടെ ബാക്കി വന്നിരിക്കുന്ന ദിയാസ് അവര് കൗണ്ട് ചെയ്യാണ്. 1, 2, 3, 4. I have another way of doing it. We can draw as many lines as the number of diyas left. ഈ കുട്ടി ഈ കൗണ്ടിങ് വേറെ രീതിയിൽ ചെയ്യാണ്. ഓരോ ദിയയും കൗണ്ട് ചെയ്യുന്നതിന് പകരം ഒരു ദിയ മാറ്റി വെക്കുക, ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക, ഒരു ദിയ മാറ്റി വെക്കുക, ഒരു ലൈൻ വരയ്ക്കുക. ഫൈനലി ഈ നമ്പേഴ്സ് കൗണ്ട് ചെയ്താൽ പോരെ? Interesting. Is there any other way to find out? Yes, we can do this on Ginladi too. ഇനി ഗിൻലടി ഉപയോഗിച്ചിട്ട് അതെങ്ങനെയാ ചെയ്യാ? ഇവിടെ ഗിൻലടി നമുക്കറിയാം, ഫുൾ യെല്ലോ കളർ. എത്രയാണിത്? 10 ആണല്ലേ? 10, 20, 30, 40, 50, 60, 70. അതിനുശേഷം 1, 2, 3, 4, 5. ഇനീഷ്യലി അവരുടെ കയ്യിൽ എത്ര ദിയാസ് ആണ് ഉണ്ടായിരുന്നത്? 75 ദിയാസ്. ഇനി അതില് 35 സോൾഡ് ഔട്ട് ആയിപ്പോയി. 35 അദ്ദേഹം ആളുകൾക്ക് സെൽ ചെയ്തു. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 75ൽ നിന്ന് ബാക്കോട്ട് 35 നമ്പേഴ്സ് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5. അതിനുശേഷം 10. 10 plus 5 is 15. Plus 10, 25. Plus 10, 35. 35 ദിയാസ് കൊടുത്തു അല്ലെ? ഇത്രയും ദിയാസ് മാത്രമേ അവരുടെ കയ്യിൽ ബാക്കിയുള്ളൂ. എത്രയാണത്? 10, 20, 30 and 40. അപ്പൊ 75 ഇനീഷ്യലി ഉണ്ടായിരുന്നു, 35 അവർ സെൽ ചെയ്തു, ബാക്കിയുള്ളതാണ് 40. That means if we take away 35 from 75, then the answer will be 40. അതിനെ വേറൊരു രീതിയിലും കൂടി എഴുതാം. എങ്ങനെയാണത്? 75 minus 35 equal to 40. നമ്മുടെ കയ്യിലുള്ളതിനെ കുറച്ചുകൂടി ആഡ് ആക്കാൻ വേണ്ടി ഏത് സിമ്പിളാ ഉപയോഗിച്ചത്? അഡീഷൻ സിമ്പിൾ അല്ലേ? പ്ലസ്. എന്നാൽ നമ്മുടെ കയ്യിലുള്ളത് പോയി പോകുമ്പോ, അതിൽ നിന്ന് എണ്ണം കുറയുമ്പോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ടേക്ക് അവേ ചെയ്യുമ്പോ മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ആ സിമ്പിൾ ആണ് മൈനസ്, നെഗറ്റീവ് സിമ്പിൾ, മൈനസ് സിമ്പിൾ. ഓക്കെ, സബ്സ്ട്രാക്ഷൻ സിമ്പിൾ. Next, if we have 32 diyas
in the morning and 12 diyas are sold by evening, how many diyas are left? പുതിയൊരു പ്രോബ്ലം ആണ്. ഇപ്പൊ അവരുടെ കയ്യിൽ ഇനീഷ്യലി 32 ദിയാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗില്ലടി എടുക്കാം. 10, 20, 30 പിന്നെ 1, 2, 32 മാർക്ക് ചെയ്തു. ഇനി അതിൽ നിന്ന് എത്ര പോയി? 12 പോയി അല്ലേ? 1, 2 പിന്നെ 10 plus 2 is 12. അപ്പൊ ഇത്രയും അവരുടെ കയ്യിൽ നിന്ന് പോയി. ഇത് സെൽ ചെയ്തു. ഇനി ബാക്കി എത്രയാ? ഈസി ആണല്ലേ? ഇവിടുന്ന് ബാക്കിയുള്ളത് കൗണ്ട് ചെയ്യാം. 10 and 20. സോ എങ്ങനെ എഴുതാം ഇതിനെ? ഇനീഷ്യലി 32 ഉണ്ടായിരുന്നു. അതിൽ നിന്നും 12 എടുത്തു കളഞ്ഞു. 12 സെൽ ചെയ്തു. സോ 32 minus 12 equal to 20. We can also use the Ginladi to find the answers of the following. ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ പേപ്പർ എടുത്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാമോ? Take away 9 from 18. ഇനീഷ്യലി ഉണ്ടായിരുന്നത് എത്രയാണ്? 18 ആണ്. ഇപ്പൊ 18ൽ നിന്നും 9 ടേക്ക് അവേ ചെയ്തു. എങ്ങനെ എഴുതാം? 18 minus 9 which is equal to, ഗിൻലടി എടുക്കൂ. എങ്ങനെ 18 മാർക്ക് ചെയ്യാ? 10. 10ന് ശേഷം നമുക്ക് അടുത്ത 10 ഇല്ല അല്ലെ? 10 plus 8 ആണ് 18. 10 then 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ 18 മാർക്ക് ചെയ്യാം. എന്നിട്ട് എത്രയാണ് ടേക്ക് അവേ ചെയ്യേണ്ടത്? 9. 18ൽ നിന്ന് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 കളഞ്ഞു. അപ്പൊ ഇവിടെയാണ് വരുന്നത് 9. അപ്പൊ ഇനി ഇത്രയാ റിമൈനിങ് ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ 18ൽ നിന്നും 9 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 9. നെക്സ്റ്റ്, ടേക്ക് അവേ 8 from 12. അപ്പൊ ആൻസർ എങ്ങനെ എഴുതണം? 12 minus 8. ഇതിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ? 10 പിന്നെ 1, 2. ഇവിടെയാണ് നമ്മുടെ 12 മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിന്ന് എത്രയാ എടുക്കേണ്ടത്? 8 അല്ലേ? അപ്പൊ നമുക്ക് ബാക്കോട്ട് 1, 2, 3, 4, 5, 6, 7, 8. ഇത്രയും പോയി. ഇവിടെയാണ് നമ്മുടെ ആൻസർ വരിക. എത്രയാ കിട്ടുന്നത്? 1, 2, 3, 4. ആൻസർ is 4. 12 minus 8 is 4. Next problem. Take away 18 from 30. 30 minus 18. ഗിൻലടിയിൽ 10, 20, 30. ഇവിടെയാണ് 30 മാർക്ക് ചെയ്യേണ്ടത്. അത് കാണാൻ വേണ്ടി നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. 30. അതിനുശേഷം അതിൽ നിന്ന് എത്ര എടുക്കണം? 18 അല്ലേ? 18 means 10 plus 8. അപ്പൊ ഫുൾ 10. ഇവിടുന്ന് 11, 12, 13, 14, 15, 16, 17, 18. 18 എടുത്തു കളഞ്ഞു. ഇവിടെയാണ് നമ്മുടെ ആൻസർ വരിക. എത്രയാണ് ആൻസർ? 10, 11, 12. ആൻസർ is 12. Take away 14 from 23. എങ്ങനെ എഴുതാം? 23 minus 14. നേരത്തെ ആഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു 23 plus 14 ആണെങ്കിൽ 23 plus 14 എന്നും എഴുതാം. പിന്നെ 14 plus 23യും എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ടേക്ക് അവേ 14 from 23. ഇത് കൺഫ്യൂസ് ആയിട്ട് 14 minus 23 എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ? കാരണം 23 ആണ് വലിയ നമ്പർ. വലിയ നമ്പറിൽ നിന്നാണ് നമുക്ക് ചെറിയ നമ്പർ എടുത്തു കളയാൻ പറ്റുക. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ എടുത്തു കളയാൻ പറ്റുമോ? ഇല്ല. 1ൽ നിന്ന് നമുക്ക് ഒരിക്കലും 2 എടുത്ത് കളയാൻ പറ്റില്ല. കാരണം അവിടെ ആകെ 1 ഉള്ളൂ. അതിൽ നിന്ന് എങ്ങനെയാ നമ്മൾ 2 എടുക്കുക? അതുപോലെ take away 14 from 23. Always വലിയ നമ്പർ മൈനസ് ചെറിയ നമ്പർ. എങ്ങനെ കണ്ടുപിടിക്കാം? 23 means 20 plus 3. 10, 20, 1, 2, 3. 23 ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ നല്ല പ്രാക്ടീസ് ആയിട്ടില്ലേ ഗിൻലടിയിൽ ചെയ്തിട്ട്? അപ്പൊ 23. ഇനി ഇതിൽ നിന്ന് എത്രയാ കളയേണ്ടത്? 14. 14 എന്ന് പറഞ്ഞാൽ 10 plus 4.
1, 2, 3. 3 plus 10 is 13. അപ്പൊ ഇവിടെ എത്തുമ്പോൾ 13 ആവും. 13 plus 1 is 14. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ഇവിടെയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9. So the answer is 9. 23 minus 14 is 9. Take away 17 from 26. 26 minus 17 equal to 26 means 20 plus 6. 10, 20, 21, 22, 23, 24, 25 and 26. ഇവിടെ 26 മാർക്ക് ചെയ്യുക. ഇതിൽ നിന്ന് 17 എടുക്കണം അല്ലേ? 1, 2, 3, 4, 5, 6. 6 plus 10 is 16. അതിനുശേഷം ഇവിടെ ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 17 ആവും. ഇതാണ് ആൻസർ. എത്രയാ? 1, 2, 3, 4, 5, 6, 7, 8, 9. 26 minus 17 equal to 9. Yesterday we counted left out diyas on the ginladi. Tell me how you did it. But I don't have a ginladi at my home. ഈ കുട്ടി പറയാ, ഇന്നലെ ലെഫ്റ്റ് ഔട്ട് ദിയാസ് ഗിൻലടി ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. പക്ഷെ എന്റെ വീട്ടിലൊരു ഗിൻലടി ഇല്ല. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഗിൻലടി ഉണ്ടോ? ഉണ്ടാവില്ല അല്ലെ? വളരെ കുറച്ച് ആളുകളുടെ അടുത്ത് ഗിൻലടി ഉണ്ടാവും. ഇനി ഗിൻലടി ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റാ? ലെറ്റ്സ് മേക്ക് എ ഗിൻലടി ഓൺ ദ പേപ്പർ ദെൻ. ഓക്കെ, നിന്റെ വീട്ടിൽ ഗിൻലടി ഇല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഗിൻലടി ഉണ്ടാക്കാം. അതെങ്ങനെയാണ്? അവർ ഗിൻലടിക്ക് പകരം ഒരു നമ്പർ ലൈൻ വരച്ചിരിക്കുകയാണ്. നമ്പർ ലൈനിന്റെ പ്രത്യേകത എന്താണ്? അതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഒരു ലൈൻ 1, 2, 3 അങ്ങനെ പോകുന്നുണ്ടാവും. അപ്പൊ ഈ നമ്പർ ലൈൻ ഉപയോഗിച്ചാണ് ഇനി അവര് സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഈ ബോയ് പുതിയൊരു പ്രോബ്ലം പറയാണ്. എന്താ? I want to take away 15 from 19. അതിനെ എങ്ങനെയാ എഴുതാൻ പറ്റുക? 19 minus 15. ഇങ്ങനെ എഴുതണം. ഇവിടെ എഴുതിയിട്ടുണ്ട് 19 minus 15. ഇനി ബോയ് പറയുന്നത് എങ്ങനെയാ? ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? I count till 19 first. എന്നിട്ട് 19 വരെ 1, 2, 3 എന്ന് 19 വരെ നമ്പർ ലൈനിന്റെ മുകളിൽ കൗണ്ട് ചെയ്യും. അതിനുശേഷം move 15 steps backward. കാരണം 15 അല്ലേ എടുത്തു കളയേണ്ടത്. 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 15 വരെ ബാക്കോട്ട് കൗണ്ട് ചെയ്തു. ഇപ്പൊ അത് എവിടെയാണോ എത്തിയിരിക്കുന്നത് അതാണ് നമ്മുടെ ആൻസർ. എന്താണ്? 4ലാണ് എത്തിയിരിക്കുന്നത്. സോ 19 minus 15 equal to 4. I have another way of doing subtraction on the number line. അപ്പൊ ഈ ഗേള് ഇതേ പ്രോബ്ലം വേറെ രീതിയിൽ ചെയ്യാന്നാ പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കണ്ടേ? We can directly jump back 10 steps, then go 5 steps to reach 4. എന്താ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 19ൽ നിന്ന് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് 15 ആണ്. 15 എന്താണ്? 10 plus 5 ആണ്. 15നെ ഓരോ നമ്പർ ആയിട്ട് ബാക്കോട്ട് 1, 2, 3, 4 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ വലിയ നമ്പർ ആവുമ്പോൾ കുറേ സമയം കൗണ്ട് ചെയ്യണ്ടേ? അതിന് പകരമായിട്ട് 10 നമുക്ക് ഒറ്റയടിക്ക് 10 ബാക്കോട്ട് വരാം. അതിനുശേഷം 5 ബാക്കോട്ട് വരാം. കാരണം 10 ബാക്കോട്ട് വരാൻ എല്ലാവർക്കും അറിയായിരിക്കും. 19 minus 10 എത്രയാണ്? 9 അല്ലേ? 1 plus 10 ആണ് 11. 11 plus 10 ആണ് 21. അതുപോലെ 21 നിന്ന് ബാക്ക്വേർഡ്സ് 10 വന്നു കഴിഞ്ഞാലോ? 21 നിന്ന് ബാക്കോട്ട് വന്ന 11. 11 നിന്ന് ബാക്കോട്ട് വന്ന 10. അപ്പൊ ഇത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അപ്പൊ ഇത് കുറച്ചുകൂടി ഈസി അല്ലേ? ഇത്രയും പ്രാവശ്യം കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 19 മാർക്ക് ചെയ്തു. ആ 19ൽ നിന്ന് 10 ബാക്കോട്ട് പോയപ്പോ അത് 9ലെത്തി. ഒറ്റയടിക്ക് ജമ്പ് ചെയ്തു അല്ലേ? ഇനി ആകെ 5 ടൈംസ് മാത്രം ബാക്കോട്ട് പോയാൽ മതി. 1, 2, 3, 4, 5. See, answer is 4. ആൻസർ എത്രയാണ്? 19 minus 15 equal to 4. Let's do some practice on number line. ഇനി number line ഉപയോഗിച്ച് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. Read the number line and fill the boxes. Number line തന്നിരിക്കുന്നത് ഫസ്റ്റ് എവിടെ വരെയാണ് അവര് കൗണ്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ ലാസ്റ്റ് കണ്ടറിയാം 26 ആണ്. 26 മൈനസ് എത്രയാണ് മൈനസ് ചെയ്യുന്നത്? 26ൽ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
10, 11, 12, 13, 14 and 15. ബാക്കോട്ട് വന്നിരിക്കുന്ന എത്രയാണ്? 15 ആണ്. അപ്പൊ 1 1 ആയിട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 15. ഇനി 26 minus 15. ആൻസർ എത്രയാ കിട്ടുക? ലാസ്റ്റ് നമ്പർ എത്രയാ എത്തിയിരിക്കുന്നത്? 11. 26 minus 15 is equal to 11. നെക്സ്റ്റ് ലാസ്റ്റ് നമ്പർ എവിടെയാണ് എത്തിയിരിക്കുന്നത്? 39. ദാറ്റ് മീൻസ് 39 മൈനസ് എത്രയാണ് മൈനസ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയണ്ടേ? നോക്കിക്കേ, വലിയ ജമ്പാണ് ചെയ്തിരിക്കുന്നത് 39ൽ നിന്ന് 29ലേക്ക്. സോ ദിസ് ഇസ് 10. അഗെയിൻ 10. 10 plus 10 is 20. പിന്നെ 21, 22, 23, 24, 25, 26, 27, 28. കണ്ടോ, 36ൽ നിന്ന് 28 ആണ് മൈനസ് ചെയ്തിരിക്കുന്നത്. And the answer is എവിടെ എത്തിയിരിക്കുന്നത്? 11. The answer is 11. Next, ബോക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് എത്രയാണ് മൈനസ് ചെയ്യേണ്ടതെന്ന് അവിടെ തന്നിട്ടില്ല. അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്പർ എന്താ? ലാസ്റ്റ്. ഈസി ആണ്. 40 മൈനസ് 10 പ്ലസ് 10 പ്ലസ് 10 30. 30 പ്ലസ് 1 is 31. എത്ര ഈസി അല്ലേ? 40 മൈനസ് 31 എവിടെ എത്തിയിരിക്കുന്നത്? 9. 40 minus 31 is 9. നെക്സ്റ്റ് എവിടെയാണ് എത്തിയിരിക്കുന്നത്? 38. 38 minus 10 plus 1 is 11. 38 minus 11 equal to എവിടെ എത്തിയിരിക്കുന്നത്? 27. So answer is 27. നെക്സ്റ്റ് 22 minus 22. നമുക്കറിയാം, ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ മൈനസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് തന്നെ ടേക്ക് അവേ ചെയ്താൽ നമ്മുടെ കയ്യിൽ എത്രയാ ബാക്കി ഉണ്ടാവുക? 0 ആണല്ലേ. ഇവിടെ 22 മൈനസ് 22 0 ആണ്. നമുക്ക് അതൊന്ന് നമ്പർ ലൈനിൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് 22നെ മാർക്ക് ചെയ്യാം. അതിനുശേഷം 22 മൈനസ് 10 എത്രയാ എത്തുക? 12ലെത്തി. 12 മൈനസ് 10 2ലെത്തി. അപ്പൊ 10 കഴിഞ്ഞു. ഇനി എത്രയും കൂടി മൈനസ് ചെയ്യണം? 2. 1 മൈനസ് ചെയ്തപ്പോ നമ്മൾ 1ലെത്തി. ഇനി ഒന്നും കൂടി നമ്പർ ലൈനിൽ തൊട്ട് മുമ്പുള്ള നമ്പർ ആണ് 0. ഇവിടുന്ന് ഒന്നുകൂടി ബാക്കോട്ട് പോയപ്പോ 1 ആയി. ഓക്കെ, 10 പ്ലസ് 10 20. 20 പ്ലസ് 1 21. 21 പ്ലസ് 1 22. 22 ബാക്കോട്ട് പോയപ്പോ എവിടെ എത്തിയിരിക്കുന്നത്? 0. ഇനി 14 മൈനസ് 0. ഇവിടെ ആദ്യം 14 മാർക്ക് ചെയ്യുക. ഇനി ഇവിടുന്ന് ഇവിടം വരെ എത്തുമ്പോ ഇത് 1 അല്ലേ. 1 ബാക്കോട്ട് പോയാലാണ് 13ലെത്തുക. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0 മൈനസ് ചെയ്യാനല്ലേ. 0 എന്ന് പറഞ്ഞ നത്തിങ്. അപ്പോ 14 മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ 14ൽ തന്നെയാണ് ആൻസർ. സോ 14 മൈനസ് 0 is 14. 35 മൈനസ് 12. ആദ്യം തന്നെ 35 മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 12 means 10 plus 2. 35 minus 10 25. അവിടുന്ന് 1 2. ഈസി അല്ലേ? 10 1 1 12 ബാക്കോട്ട് പോയി. എവിടെ എത്തിയിരിക്കുന്നത്? 23. പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. അഗെയിൻ നമ്മുടെ ബ്ലോക്സിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഫുൾ ബ്ലോക്ക് is 10. ഇതിന്റെ അകത്തുള്ള ഒരു യൂണിറ്റ് 1 ആണ്. I have 45 blocks. I give 12 blocks to my friend. I am left with this thing. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 45 10 20 30 40 1 2 3 4 5 45 12 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 plus 1 11 plus 1 12. അപ്പൊ ഫ്രണ്ടിന് 12 കൊടുത്തു. 4 10ന്റെ ബ്ലോക്കും 5 യൂണിറ്റ് ബ്ലോക്സും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഏതൊക്കെയാ കളഞ്ഞത്? ഒരു വലിയ ബ്ലോക്ക് കളഞ്ഞു. നമുക്ക് അതിനെ കട്ട് ചെയ്ത് കളയാം. ആ ഒന്ന് കളഞ്ഞു. ഇനിയോ 2 കുഞ്ഞു ബ്ലോക്ക് കളഞ്ഞു. 1 2. ഇനി എത്ര കുഞ്ഞു ബ്ലോക്സ് ആണ് ബാക്കിയുള്ളത്? 3. ദേ കുഞ്ഞു 3 ബ്ലോക്സ് ബാക്കിയുണ്ട്. ഇനി എത്ര വലിയ ബ്ലോക്സ് ആണ് ബാക്കിയുള്ളത്? 1 2 3. കണ്ടോ? 1 2 3. So the answer is 10 plus 10 plus 10 is 30, 31, 32 and 33. So answer എത്ര കിട്ടിയിരിക്കുന്നത്? 33. ഇനി നേരത്തെ അഡീഷൻ ചെയ്ത പോലെ നമുക്ക് ഡയറക്റ്റ് നമ്പർ എഴുതിയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കണ്ടേ? അഡീഷന് വേണ്ടി എഴുതിയ പോലെ തന്നെ ടെൻസ് പ്ലേസിലും വൺസ് പ്ലേസിലും അതേ നമ്പേഴ്സ് എഴുതാം. 45
മൈനസ് 12. നേരത്തെ സിമ്പിൾ എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു. ഇപ്പൊ മൈനസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ, മൈനസ് ഇത് സബ്സ്ട്രാക്ഷൻ. ഇനി അതുപോലെ തന്നെ ആദ്യം ചെയ്യേണ്ടത് വൺസ് പ്ലേസിലാണ്. 5 മൈനസ് 2. 5 മൈനസ് 2. 3. കണ്ടോ? 5 മൈനസ് 2 is 3. 5ൽ നിന്ന് എങ്ങനെയാ മൈനസ് ചെയ്യാ? ബാക്കോട്ട് കൗണ്ട് ചെയ്യണം അല്ലേ? 5ൽ നിന്ന് 4, 3. അപ്പൊ ബാക്കോട്ട് കൗണ്ട് ചെയ്തു 3. ഇനി ടെൻസ് പ്ലേസ് 4 മൈനസ് 1. 4 മൈനസ് 1 is 4ന് ബാക്കോട്ട് കൗണ്ട് ചെയ്യാ 4, 3. അപ്പൊ ആൻസർ is 3. അവിടെയും കിട്ടി ആൻസർ. അപ്പൊ ആൻസർ is 33. Subtract 24 plus 37. 37ൽ നിന്ന് 24 മൈനസ് ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ ബ്ലോക്സ് ഉണ്ട്. 1, 2, 3, 30. 1, 2, 3, 4, 5, 6, 7, 7. അപ്പൊ 37. ഇതിൽ നിന്ന് 24 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്തു? 2 ഫുൾ ബ്ലോക്സ് കട്ട് ചെയ്തു. അത് 20 ആണ്. ഇനിയോ 4 വേണം അല്ലെ? കുഞ്ഞു 3 ബ്ലോക്സ് കട്ട് ചെയ്തു. പ്ലസ് 4. എത്രയാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്? 24. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ബാക്കി എത്രയുണ്ട്? ഒരു ഫുൾ ബ്ലോക്ക് ഉണ്ട് which is 10 and 3 കുഞ്ഞു ബ്ലോക്ക് ഉണ്ട് which is 3. അപ്പൊ റിമൈനിങ് എത്രയാണ്? 10 plus 3 is equal to 13. അത് എങ്ങനെ നമ്പർ ആയിട്ട് ചെയ്യാം? 37 മൈനസ് 24. ആദ്യം ചെയ്യേണ്ടത് വൺസ് പ്ലേസ് ആണ്. 7 മൈനസ് 4. 7ൽ നിന്ന് ബാക്കോട്ട് കൗണ്ട് ചെയ്യാ 6, 5, 4, 3. അപ്പൊ 7 മൈനസ് 4 3. ഇനി 3ൽ നിന്ന് ബാക്കോട്ട് കൗണ്ട് ചെയ്യാ 3, 2, 1. 3 മൈനസ് 2 is 1. 13. ആൻസർ is 13. ആൻസർ 13 ആയിരുന്നോ? അതെ. 1 ബ്ലോക്കും 3 കുഞ്ഞു ബ്ലോക്കും 13. ലെറ്റ്സ് ഡു. ഇവിടെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുവോ? നമുക്ക് വേഗം വേഗം ചെയ്യാം. ഈ നമ്പർ ഫസ്റ്റ് 4 ആണ്. 4 മൈനസ് 3 എത്രയാ കിട്ടുക? 4 ബാക്കോട്ട് കൗണ്ട് ചെയ്യണം. 3, 2, 1. 4 മൈനസ് 3 is 1. ഇനി ഇവിടെയോ 2 മൈനസ് 1 is 2, 1, 1. 4 minus 1 equal to 3. 5 minus 3 equal to 5 നെ ബാക്കോട്ട് കൗണ്ട് ചെയ്ത് നോക്കിയേ 4, 3, 2. 5 minus 3 equal to 2. Next 2 minus 2 is ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ മൈനസ് ചെയ്താൽ 0. 3 minus 1 അതിന്റെ തൊട്ട് ബാക്കിലെ നമ്പറിലാണ് ഇത് 1 മൈനസ് ചെയ്താൽ 3 minus 1 is 2. ആൻസർ is 20. ഇവിടെയോ 6 minus 4 is ബാക്കോട്ട് കൗണ്ട് ചെയ്ത് നോക്കിയേ 6, 5, 4, 3, 2. But 6 minus 4 is 2. 4 minus 3 is equal to 4 കഴിഞ്ഞിട്ട് 3, 2, 1. 4 minus 3 is equal to 1. The answer is 12. Next, രണ്ട് word problems തന്നിട്ടുണ്ട്. Shikha has 82 rupees. She bought pencils for 22 rupees. How much money she left with? നിങ്ങൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സാധനം വാങ്ങി നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്ര പൈസ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യില്ലേ? അതുപോലെയാണ്. ഷിഖയുടെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ടായിരുന്നു? 82 rupees അല്ലേ? അതിനുശേഷം പെൻസിലിന്റെ പൈസ എത്രയാണ്? 22 rupees. അപ്പൊ ഷിഖയുടെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? 82 മൈനസ് 22. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? 82 എഴുതുക, 22 മൈനസ് ചെയ്യുക. ലൈൻ വരയ്ക്കുക. റൈറ്റ് സൈഡിൽ 2 മൈനസ് 2 ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ മൈനസ് ചെയ്താൽ എത്രയാ? 0. പിന്നെ 8 മൈനസ് 2. 8നെ ബാക്കോട്ട് കൗണ്ട് ചെയ്ത് നോക്കിയേ 7, 6. 8 മൈനസ് 2 is 6. ആൻസർ 60. അപ്പൊ ഷിഖയുടെ കയ്യിൽ ഇപ്പൊ എത്ര പൈസ ഉണ്ട്? 60 rupees. Ruby has rupees 60. She bought a notebook for 20. How much money she left with? Same പോലെയാണ്. റൂബിയുടെ കയ്യിൽ ആദ്യം 60 rupees ഉണ്ടായിരുന്നു. 20 rupees നോട്ട്ബുക്ക് വാങ്ങിച്ചു. സോ മൈനസ് 20. എങ്ങനെ എഴുതാം? 60 എഴുതാം, 20 മൈനസ് ചെയ്യാം. 0 മൈനസ് 0 എത്രയാ? 2 മൈനസ് 2 0 പോലെ തന്നെ 0 മൈനസ് 0യും 0 ആണ്. 6 മൈനസ് 2 6നെ ബാക്കോട്ട് കൗണ്ട് ചെയ്ത് നോക്കിയേ 5, 4, 40. സോ ആൻസർ is 40.
നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി പോർഷൻസ് നമ്മൾ പാർട്ട് 3 ആയിട്ട് അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.